ഹൈറേഞ്ചിലെ കമ്പോളങ്ങളിൽ പാഷൻ ഫ്രൂട്ടിന്റെ വില ഇടിഞ്ഞു. ജനുവരി മുതൽ ഏപ്രിൽ വരെ 50 മുതൽ 70 രൂപ വരെ ലഭിച്ചുകൊണ്ടിരുന്ന പാഷൻ ഫ്രൂട്ടിന് നിലവിൽ 30 മുതൽ 40 രൂപ വരെ മാത്രമാണ് ലഭിക്കുന്നത്. മഴക്കാലത്ത് ചെലവ് കുറഞ്ഞതും ഉൽപ്പാദനം വർദ്ധിച്ചതുമാണ് വിലയിടിയാൻ കാരണം. ഹൈറേഞ്ചിൽ വലിയ തോതിൽ പാഷൻ ഫ്രൂട്ട് കൃഷിയിറക്കുന്ന കർഷകർ ചുരുക്കമാണ്. ഇടവിളയായും മറ്റും കൃഷിയിറക്കി പാഷൻ ഫ്രൂട്ട് വിൽപ്പനയ്ക്ക് എത്തിക്കുന്ന കർഷകരാണ് ഹൈറേഞ്ചിൽ അധികവും ഉള്ളത്. മഴക്കാലം ആരംഭിച്ചതോടെ ഹൈറേഞ്ചിലെ കമ്പോളങ്ങളിൽ പാഷൻ ഫ്രൂട്ടിന്റെ വില ഇടിഞ്ഞു. ജനുവരി മുതൽ ഏപ്രിൽ വരെ 50 മുതൽ 70 രൂപ വരെ ലഭിച്ചുകൊണ്ടിരുന്ന പാഷൻ ഫ്രൂട്ടിന് നിലവിൽ 30 മുതൽ 40 രൂപ വരെ മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. മഴക്കാലത്ത് ചെലവ് കുറഞ്ഞതും ഉൽപ്പാദനം വർദ്ധിച്ചതുമാണ് വിലയിടിയാൻ കാരണം. കോട്ടയത്തും കൊച്ചിയിലുമുള്ള ചെറുകിട വ്യാപാരികളും പൾപ്പ് സിറപ്പ് നിർമ്മാതാക്കളും കയറ്റുമതിക്കാരുമാണ് പാഷൻ ഫ്രൂട്ടിന്റെ പ്രധാന ആവശ്യക്കാർ. മഴക്കാലം തുടങ്ങിയതോടെ പൾപ്പ് ഉപയോഗിച്ചുള്ള ജ്യൂസ് നിർമ്മാണം കുറഞ്ഞു. ഇവർ പാഷൻ ഫ്രൂട്ട് ശേഖരിക്കുന്നത് നിർത്തുകയും ചെയ്തു. കാണാൻ ആകർഷകമായ ഹൈബ്രിഡ് പാഷൻ ഫ്രൂട്ടും മഞ്ഞ നിറമുള്ള നാടൻ പാഷൻ ഫ്രൂട്ടും വിപണിയിലെത്തുന്നുണ്ട്. കാണാൻ ആകർഷകമായതിനാലും വലുപ്പം കൂടുതലായതുകൊണ്ടും ഹൈബ്രിഡ് ഇനത്തിനാണ് ചെറുകിട വിപണിയിൽ ആവശ്യക്കാർ ഏറെ. എന്നാൽ ഉള്ളിലെ പൾപ്പിന് നിറവും മണവും കൂടുതൽ നാടൻ ഇനത്തിനാണ്. പൾപ്പും സിറപ്പും നിർമ്മിക്കുന്നവർക്ക് മഞ്ഞ നിറമുള്ള നാടൻ പാഷൻ ഫ്രൂട്ടാണ് ആവശ്യം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.